നമോ നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വിഷയം മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2024 ഏപ്രിൽ മാസ വിഷുഫലങ്ങൾ എങ്ങനെയാണ് ജാതകർക്ക് സംഭവിക്കുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ വിവരിക്കുന്നത്. ഗ്രഹസഞ്ചാരങ്ങളും സൂര്യസംക്രമണവും വളരെ വ്യക്തമായിട്ട് ഇതിന് തൊട്ട് മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് അശ്വതി ഭരണി കാർത്തിക അവിടെ തുടങ്ങുന്ന വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ആയതിനാൽ അതിവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇവിടെ 2 കൂറുകളിലായിട്ടാണ് മകയിരം നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്, അറിയാമല്ലോ. അതായത് ഇടവം, മിഥുനം എന്നീ കൂറുകളിലായിട്ടാണ് മകയിരം നക്ഷത്രം വരുന്നത്. ഇവിടെ ഇടവക്കൂറിൽ ജനിച്ച ജാതകർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയോടെ ആയിരിക്കും നേട്ടങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. എന്നാൽ മിഥുനക്കൂറിൽ ജനിച്ച ജാതകർക്കാണെങ്കിൽ മാസത്തിൻ്റെ 2ാം പകുതിയിൽ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. അനുകൂലങ്ങളായ ഒട്ടനവധി ഫലങ്ങൾ ഈ മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് മകയിരം നക്ഷത്ര ജാതകർക്ക്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഉദ്യോഗസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ജാതകർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്. ഈ സമയത്ത് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം എന്നതാണ്. കൂടാതെ മറ്റ് വ്യാപാര വിപണന രംഗങ്ങളിലെല്ലാം നിൽക്കുന്ന ജാതകർക്ക്, സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ നിങ്ങളുടെ തൊഴിൽ മണ്ഡലം പതിയെ പുഷ്ടിപ്പെടാൻ തുടങ്ങും എന്നതുമാണ്. പെട്ടെന്നൊരു കയറ്റമല്ല, ചെറുതായിട്ട് പുഷ്ടിപ്പെട്ട് വരും എന്നുള്ളതാണ്. ഈ രീതിയിൽ തൊഴിൽ മണ്ഡലം വിപുലമായി വരുന്നതിന് എന്താ ചെയ്യേണ്ട? യുക്തിയോടെ പെരുമാറി ആ കാര്യങ്ങളെ നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതിനെ ഒരേ രീതിയിൽ അതിനെ വീണ്ടും വലുതാക്കുവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനെ കീഴ്പോട്ട് കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയുന്നത്. മുടങ്ങിക്കിടക്കുന്ന വായ്പകളുടെയൊക്കെ കാര്യത്തിൽ, ലോണ് മുതലായ കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങളുണ്ടാകും. ഈ വായ്പകൾ തന്ന സ്ഥാപനങ്ങൾ തന്നെ പലിശരഹിത തിരിച്ചടവിന് തയ്യാറാകും. അല്ലെങ്കിൽ വെട്ടിക്കുറച്ച് കൊണ്ടുള്ള ഒരു തുക പറഞ്ഞിട്ട് അതടച്ച് തീർക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാവുകയും നിങ്ങൾക്ക് അത് വായ്പകൾ അടച്ച് തീർക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ സമയം. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ സംരംഭങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ, നിലവിൽ വന്നിട്ടുള്ള തടസ്സങ്ങൾ, അരിഷ്ടതകളെല്ലാം ഈ സമയത്ത് മാറിക്കിട്ടുന്നതാണ്. കുടുംബപരമായിട്ടുള്ളൊരു സ്വത്ത് അല്ലെങ്കിൽ പൂർവിക സ്വത്തിൻ്റെ കാര്യത്തിൽ അത് സംബന്ധിച്ച കാര്യങ്ങൾ നേട്ടത്തിൽ കലാശിക്കും. അത് കൈവശം വന്നു ചേരും എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത്. ചില പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ, ചെറുതായിട്ട് പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് പ്രധാനമായിട്ടും സാമ്പത്തികമായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ചില സമയങ്ങളിൽ, ചില പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് തീരുമാനങ്ങളിൽ എത്തുമെങ്കിലും തടസ്സങ്ങളൊന്നുമില്ലാതെ വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങളൊക്കെ അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ അവസാന നിമിഷത്തിൽ ആ കാര്യങ്ങൾ തടസ്സപ്പെട്ടു പോകാൻ, അത് നടക്കാതെ പോകാൻ സാധ്യതയുണ്ട്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വന്നുപെടാനുള്ളതും ശിരസ്സുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വന്നുപെടാനും സാധ്യത ഉള്ള ഒരു സമയം കൂടിയാണ്. അതിന് സാധ്യത കാണുന്നുണ്ട്. ബന്ധപ്പെട്ട അസുഖങ്ങൾ വന്നുപെടാനും അതിനുമായിട്ടുള്ള ചികിത്സയ്ക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെ കുറച്ച് കഷ്ടതകൾ അനുഭവിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ആരോടെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് വാക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ അത് പാലിക്കാൻ സാധിക്കാതെ വരികയും അത് അവഹേളനങ്ങൾക്ക് വഴിതെളിക്കുകയൊക്കെ ചെയ്യും. നമ്മളെക്കൊണ്ട്
നടക്കാത്തൊരു കാര്യം നടക്കാം, ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാൻ പറ്റാതെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണോ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. നിസ്സാര കാര്യങ്ങൾക്കായി വഴക്കിടുകയും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് പിണക്കത്തിൽ ആയിരിക്കുകയും ചെയ്യുന്ന സഹോദരങ്ങൾ ഈ വർഷങ്ങൾക്കൊക്കെ ശേഷം അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഒന്നിക്കുവാൻ സാധിക്കും. അർഹമായ പൂർവിക സ്വത്ത് അതിൻ്റേതായ രീതിയിലുള്ള എല്ലാ രേഖകളും സഹിതം ജാതകനിൽ വന്നു ചേരും എന്നുള്ളതാണ്. തൊഴിൽ മേഖലയിലെ ആത്മാർത്ഥത പ്രവർത്തനത്തിൻ്റെ ഫലമായി മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടിയെടുക്കുവാൻ സാധിക്കും. ആത്മാർത്ഥ പ്രവർത്തനത്തിൻ്റെ ഫലമായി മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടിയെടുക്കുവാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട് തന്നെ കീഴ് ജീവനക്കാരുടെ അല്ലെങ്കിൽ കൂടെ സഹപ്രവർത്തകരുടെ അശ്രദ്ധ മൂലമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ, അബദ്ധങ്ങളൊക്കെ ഉണ്ടാവും. ഈ വരുന്ന അബദ്ധങ്ങളൊക്കെ തിരുത്തുവാനുള്ളൊരു സാഹചര്യവും ജാതകർക്ക് വന്നു ചേരും. എത്ര സങ്കീർണമായ പ്രവൃത്തികളും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ജാതകൻ്റെ പ്രവൃത്തി പരിചയം കൊണ്ട്, കുറേ നാളത്തെ അധ്വാനം പ്രവൃത്തി പരിചയമൊക്കെ കൊണ്ട് പരിഹരിക്കപ്പെടുവാൻ സാധിക്കും. ഇവിടെ കാർഷിക മേഖലയിൽ നിന്നും നല്ല രീതിയിലുള്ള സാമ്പത്തിക പുരോഗതിയൊക്കെ ജാതകർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ തന്നെ അതുകൂടാതെ അങ്ങനെയുള്ള സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നത് മൂലം ദീർഘകാല കൃഷികൾ ആരംഭിക്കുവാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള തുടക്കം ഇടും എന്നുള്ളതുമാണ് പറയുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങൾ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ജോലി അല്ലെങ്കിൽ ഉദ്യോഗം ലഭിക്കുവാൻ സാധിക്കുകയും വിദേശത്ത് ഉപരിപഠനത്തിന് പോയിട്ടുള്ള ജാതകർക്ക് അവിടുത്തെ കാര്യങ്ങളുമായിട്ട് ഒന്ന് അല്പം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിലവിൽ പണി തീർന്നു വരുന്ന ഗൃഹം വാങ്ങുവാൻ സാധിക്കും. മകയിരം നക്ഷത്ര ജാതകർക്ക് ഈ വിഷുമാസത്തിൽ അനുകൂലമായ ഫലങ്ങളായിരിക്കും കൂടുതലും വന്നു ചേരുന്നത് എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വിഷു ഏപ്രിൽ 2024 വരുന്ന വിഷു വരുന്ന ഈ മാസത്തിൽ, ഏപ്രിൽ മാസത്തിൽ മകയിരം നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വന്ന് ഭവിച്ചേക്കാവുന്ന കുറച്ചേറെയുള്ള കാര്യങ്ങൾ ആണ് ഞാനിവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നു എങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.